ടീച്ചറെ, ഈ നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ മനസ്സിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു ചക്രവർത്തിയാണ് മഹാബലി. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. മഹാബലി ഒരു മിത്താണല്ലേ? അദ്ദേഹം ഇത് മഹാബലി മിത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളിൽ പുരാണങ്ങളിലെ കഥയിലാണ്. ഇപ്പോൾ ഭാഗവതത്തിൽ അതിലാണ് വിശദീകരിച്ച് ഈ കഥ പറയുന്നത്. ഇപ്പോൾ പുരാണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ഹൈന്ദവർക്ക് വൈദിക ജ്ഞാനമാണ് ആധികാരികമായിട്ടുള്ളത്. ഏറ്റവും ആധികാരികമായിട്ടുള്ളത് വൈദിക ജ്ഞാനമാണ്. അതിനെ ഈ പുരാണങ്ങളിലൂടെ ഈ ഋഷികൾ തന്നെ അതിനെ കഥയാക്കി. ആ കഥയാക്കുമ്പോൾ അതിൽ മിത്തുകളും കൂടെ ചേർത്തു. അപ്പോൾ ഈ സാധാരണക്കാരെ രസിപ്പിക്കാനും അതിനു വേണ്ടി ഈ മിത്തുകളെ കൂടെ ചേർത്ത് പറയാണ്. പക്ഷെ അതിൻ്റെ അന്തരാർത്ഥം ഈ വൈദിക ജ്ഞാനം തന്നെയാണ്. അതാണ് ഈ ഇന്ത്യൻ മിത്തുകളുടെ ഒരു പ്രത്യേകത. മറ്റു രാജ്യങ്ങളിലെ മിത്തുകളുണ്ട്. ഈ മിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇംഗ്ലീഷ് വാക്കാണ്. അപ്പോൾ അവിടെയൊക്കെ മിത്തുകളെന്ന് പറഞ്ഞാൽ ചില സങ്കല്പങ്ങളാണ്, ചില സാധാരണക്കാരുടെ തന്നെ അല്ലെങ്കിൽ എഴുത്തുകാരുടെയൊക്കെ സങ്കല്പങ്ങളാണ്. അതുമായിട്ട് ചേർന്ന് ചില കഥകളാണ്. അതിനകത്ത് വലിയ അന്തരാർത്ഥം കാണില്ല, ചിലതിനൊക്കെ കാണും, ചിലതിനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ, ഭാരതത്തിൽ ഈ വൈദിക ജ്ഞാനം തന്നെയാണ് ഈ പുരാണങ്ങളിലെ മിത്തുകളിലെല്ലാം അടങ്ങിയിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല കഥകളിൽ. പിന്നെ ഈ കഥകൾ എന്തിനാണ്, ഈ മിത്തുകൾ സാധാരണ അതിൻ്റെ അർത്ഥം സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ ഈ കഥകൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി പ്രസരണത്തിനും കൂടെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ മഹാബലിയുടെ കഥ മാത്രമല്ലല്ലോ. ഈ തിരുവോണം എന്ന് പറയുന്നത് വാമനൻ, മഹാവിഷ്ണു ഒരു അവതാരം എടുത്ത ദിവസമാണ് തിരുവോണം. അപ്പോൾ അത് ഭഗവാൻ വിഷ്ണുവിൻ്റെ ലീലകളെ കുറിച്ച് ആൾക്കാർ ബോധവാന്മാരാകാനും അത് ആചരിക്കാനും ഭക്തിയോടുകൂടി ഒരാചാരമാണല്ലോ. അപ്പോൾ ഭക്തി വർദ്ധിക്കും. ഈ ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, വ്യാസൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഭാഗവതം എന്തിനായിട്ടാണ് നിർമ്മിച്ചതെന്ന്. അത് ഭക്തി പ്രസരണത്തിനാണ് പ്രധാനമായിട്ടും. പക്ഷേ അതിലൂടെ വൈദിക ജ്ഞാനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നെ ഇതിൽ ജ്ഞാനയജ്ഞം എന്നാണ് ഈ സപ്താഹത്തിനെ തന്നെ പറയുന്നത്. ജ്ഞാനയജ്ഞം എന്ന് പറയുന്നുണ്ട്. അതായത് ശുഗബ്രഹ്മർഷിയാണ് ഈ ഇത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഭാഗവതം 7 ദിവസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെ ജ്ഞാനയജ്ഞം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജ്ഞാനവും കഥകളും കൂടി ചേർന്നതാണ്. അപ്പോൾ ആ കഥകളിൽ മിത്തുകളായിട്ട് അവതരിപ്പിക്കുന്ന ചില ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഭഗവാനോടുള്ള ഭക്തിക്ക് വേണ്ടിയാണ്, ഭക്തി പ്രസരിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ്. ഈ തിരുവോണം നാള്, അതല്ലെങ്കിൽ ശ്രാവണ മാസത്തിലെ ആദ്യത്തെ വെളുത്ത പക്ഷത്തിലെ ദിവസങ്ങളാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. പിന്നെ ഈ ഓണാഘോഷം എന്ന് പറഞ്ഞെടുക്കുന്നത് വെളുത്ത പക്ഷത്തിലെ ദിവസങ്ങളാണ്. അതിലെ ദ്വാദശി, അതിനാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ അതിൽ വാമനൻ ജനിക്കുന്ന ദിവസമാണ്. പക്ഷെ അദ്ദേഹം ജനിച്ച ഉടനെ തന്നെ വളർന്ന് കുറച്ച് ഒരു കുട്ടി പ്രായമായിട്ട് അദ്ദേഹം ഇദ്ദേഹത്തിന് മഹാബലിയെ സന്ദർശിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മഹാബലിയെ സംബന്ധിച്ച് നമ്മൾ ആഘോഷിക്കുന്നു, ശരിയാണ്. ഇതിൽ പക്ഷെ അന്തരാർത്ഥമാണ് പ്രധാനം. അപ്പൊ ഇതിനകത്ത് ആരാണ് പിന്നെ മെയിൻ റോൾ എന്നുള്ള ഒരു ചോദ്യം വരും. വാമനാണോ മഹാബലിയാണോ എന്നുള്ളത് അത് ഭഗവാൻ തന്നെയാണ്. കാരണം മഹാബലിയെ വെറുതെ ആൾക്കാർ പറയും ചവിട്ടി താഴ്ത്തി ഇറക്കിയെന്നു, അങ്ങനെയൊന്നും അല്ല. അതിൻ്റെ അന്തരാർത്ഥം എല്ലാം വേറെയാണ്. ഇപ്പൊ ഈ കഥ തന്നെ എടുക്കുവാണെങ്കിൽ ദേവാസുര യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കഥ. അതായത് ഒരു പ്രാവശ്യം നമുക്കറിയാം, ഈ പാൽക്കടൽ അത് മഥിച്ച കഥയുണ്ടല്ലോ, അത് കടഞ്ഞത് പാലാഴി മഥനം. അത് തൊട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ബലിയുടെ കഥ അവിടെ വെച്ചാണ് തുടങ്ങുന്നത്. പാലാഴി മഥനം നടക്കാൻ കാരണം ഈ ദേവന്മാർക്ക് ക്ഷയമുണ്ടായി. ക്ഷയം എന്ന് പറഞ്ഞാൽ അവർ സാധാരണ ഈ ജരാനരയൊന്നും അവരെ ബാധിക്കാത്ത ആൾക്കാരാണ്, അമരന്മാരായിട്ടാണല്ലോ നമ്മൾ കരുതുന്നത്. പക്ഷേ ഒരിക്കൽ ദുർവാസാവിൻ്റെ പിന്നെ ശാപം നിമിത്തം അവർക്ക് ദുർദശയുണ്ടായി. അവരുടെ പിന്നെ കഴിവുകളൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് അവർ വിഷ്ണുവിനോട് ചെന്ന് ഈ സങ്കടമൊക്കെ പറയും. അപ്പോഴാണ് അവർക്കിങ്ങനെ ഭഗവാൻ പറഞ്ഞു കൊടുക്കും, അത് പാൽക്കടൽ നിന്ന് അമൃത് കരസ്ഥമാക്കിയാൽ നിങ്ങൾക്ക് അമരന്മാരാകാം വീണ്ടും. അപ്പോൾ അതിനെന്ത് വേണം, ഇവർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല.
അപ്പോൾ അതിന് ഈ അസുരന്മാരെ കൂടെ കൂട്ടണമെന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഈ എന്നിട്ട് ഇവർ രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് അത് കടഞ്ഞെടുത്തതിന് ശേഷം ഭഗവാൻ തന്നെ മോഹിനിയായിട്ട് വന്ന് ഇതിവരുടെ നിന്ന് കൊണ്ടുപോയി ദേവന്മാർക്ക് മാത്രമായിട്ട് വിളമ്പും. അങ്ങനെ ദേവന്മാർക്ക് മാത്രം കൊടുത്തു. അത് കാരണം ബലിയുടെ നേതൃത്വത്തിൽ ഈ അസുരന്മാർ യുദ്ധത്തിന് വരും. അവിടെ വെച്ചാണ് ഈ തുടങ്ങുന്നതല്ല ബലിയുടെ കഥ. ബലിയുടെ നേതൃത്വത്തിലാണ് ഇവർ ദേവന്മാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. പക്ഷേ ദേവന്മാർ നല്ല അമരന്മാരായി ശക്തി പ്രാപിച്ച് നിൽക്കുമല്ലേ, ഇവരെ തോൽപ്പിച്ചു വിട്ടു. ബലിയെ കൊന്നുകളഞ്ഞു, അനുചരന്മാരെയും കൊന്നുകളഞ്ഞു. പക്ഷേ ശുക്രാചാര്യർ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒരു മന്ത്രം ശിവൻ്റെ നേടിയിട്ടുണ്ട്, മൃതസഞ്ജീവനി. ആ മന്ത്രം കൊണ്ട് ഈ മരിച്ചുപോയവരെയൊക്കെ, ബലി ഉൾപ്പെടെ മരിച്ചുപോയവരെയൊക്കെ പുനർജീവിപ്പിക്കും. അങ്ങനെ പുനർജീവിച്ച് വന്നപ്പോൾ ഇവർക്ക് പിന്നീട് പറയും, നിങ്ങൾ ഇനി ശക്തി പ്രാപിക്കണം. അതിനായിട്ട് വിശ്വജിത്ത് യാഗം ചെയ്യിപ്പിക്കും. വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഈ വിശ്വത്തെ ജയിക്കാനുള്ള യാഗം ഇദ്ദേഹം ശുക്രാചാര്യർ ബലിയെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്ത് നല്ല ശക്തി പ്രാപിച്ച് ദേവന്മാരെക്കാൾ മിടുക്കരായപ്പോൾ വീണ്ടും യുദ്ധത്തിന് ചെന്നു. അപ്പോൾ യുദ്ധത്തിന് ചെന്നപ്പോൾ ദേവന്മാരെല്ലാം അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് ഇവർ വീണ്ടും 3 ലോകങ്ങൾ. ഇപ്പോൾ 3 ലോകം നമ്മൾ സാധാരണ പറയുന്നത് ഭൂലോകം, ഊർധ്വലോകം, പിന്നെ അധോലോകം. ആ ഊർധ്വലോകങ്ങളിൽ തന്നെ പല പല ലോകങ്ങളുണ്ട്, ഉപലോകങ്ങളുണ്ട്. അധോലോകങ്ങളിലും പല ലോകങ്ങളുണ്ട്. അപ്പോൾ ഈ എല്ലാ ലോകവും, അതായത് വിശ്വം മുഴുവൻ സ്വന്തമാക്കി അദ്ദേഹം. അങ്ങനെ സ്വന്തമാക്കി ഇരിക്കുമ്പോഴാണ് അതിഥി എന്ന് പറഞ്ഞാൽ ദേവമാതാവാണ്. അപ്പോൾ അതിഥി ചെന്ന് കശ്യപ പ്രജാപതി, ഈ അതിഥിയുടെ ഭർത്താവാണ്, അദ്ദേഹത്തോട് ചെന്ന് ഇങ്ങനെ പറയും, എൻ്റെ പുത്രന്മാരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വേഷം മാറിയൊക്കെ പ്രശ്നവേഷനായിട്ടാണ് അവർ നടക്കുന്നത്, ഈ അസുരന്മാർ കൊന്നുകളയും. അങ്ങനെ പ്രയാസം പറഞ്ഞപ്പോൾ അതിഥിയോട് വ്രതം എടുക്കാൻ പറയും, വിഷ്ണുവിനെ പ്രസാദിക്കാനായിട്ട്. അങ്ങനെ പയോവ്രതം, ഈ പാല് മാത്രം ഭക്ഷിച്ചുകൊണ്ട് അവർ ഈ ശ്രാവണ മാസത്തിലെ ദ്വാദശി, അതായത് 12 ദിവസം, ആ 12 ദിവസം, അതായത് വെളുത്ത പക്ഷത്തിലെ 12 ദിവസം ഇവർ പയോവ്രതം. പിന്നെ നമ്മൾ ദ്വാദശാക്ഷര മന്ത്രം എന്ന് പറയുമല്ലോ സാധാരണ, ഓം നമോ ഭഗവതേ വാസുദേവായ, ആ മന്ത്രം ചൊല്ലണം എന്ന് പറയും. ആ മന്ത്രം നിർത്തില്ലാതെ ചൊല്ലി ഈ 12 ദിവസം ഇവർ ഇങ്ങനെ ആചരിക്കും. അങ്ങനെ ആചരിക്കുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടാണ് പറയുന്നത്, ഭഗവതിയുടെ മകനായിട്ട് ഞാൻ ജനിക്കും, അപ്പോൾ ഇത് ബലിയിൽ നിന്നും തിരിച്ചെടുക്കാം. ഈ 3 ലോകങ്ങളും, 3 ലോകം തിരിച്ചെടുക്കണ്ട, ബലിക്ക് അർഹതപ്പെട്ടത് അധോലോകമാണ്, അത് അസുരന്മാരുടെ ലോകമാണ്. ഇപ്പോൾ അദ്ദേഹം വെച്ചിരിക്കുന്നത് അധോലോകവും ഭൂലോകവും പിന്നെ ഊർധ്വലോകങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് തിരികെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു ശ്രാവണ മാസത്തിൽ അദ്ദേഹം ജനിക്കുന്നു. വാമനനായിട്ട്, വാമന ചെറിയ രൂപമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തെ ഒരു ബ്രഹ്മചാരിയായിട്ട് ഉപനയനമൊക്കെ നടത്തി ബ്രഹ്മചാരിയായിട്ട് യാഗശാലയിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ അവിടെ വീണ്ടും യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. വിശ്വജിത്ത് യാഗമല്ല, ഇപ്പോൾ അശ്വമേധ യാഗമാണ്. കാരണം ഈ കിട്ടിയ പവർ സൂക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്വർലോകമെല്ലാം കയ്യിൽ തന്നെ ഇരിക്കാൻ വേണ്ടി അദ്ദേഹം അശ്വമേധ യാഗം നടത്തുവാണ്. അശ്വമേധ യാഗം 100 അശ്വമേധ യാഗം നടത്തിയാൽ ഒരാളിന് ഇന്ദ്രപദവി കിട്ടും എന്നാണ്. അങ്ങനെയാണ് ഇന്ദ്രന്മാരൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓരോ മന്വന്തരത്തിലും ഇന്ദ്രൻ മാറും. അപ്പോൾ ഈ ഇന്ദ്രൻ ഈ ഒരിക്കലും ഈ സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി തനിക്കും 100 യാഗം നടത്തണമെന്ന് വിചാരിച്ച് യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വേദിയിലോട്ട് ചെല്ലുക. അവിടെ ചെന്നിട്ട് 3 അടി മണ്ണ് ചോദിച്ച്, ഇതാണല്ലോ കഥ. എന്നിട്ട് ബലിയെ അസുരലോകത്തേക്ക് തന്നെ പറഞ്ഞയക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാമനൻ ചവിട്ടി താഴ്ത്തുന്നില്ല, അതൊക്കെ തെറ്റായ ഒരു അത് തെറ്റായ ഒരു രീതിയാണ്. ഇപ്പോൾ ഇത് ഈ കഥയിൽ ഉടനീളം നോക്കിയാൽ എല്ലായിടത്തും നമുക്ക് സ്ഫുരിക്കുന്നത് ഈ വൈദിക ജ്ഞാനമാണ്. ആദ്യം ഈ ദേവാസുര യുദ്ധം തന്നെ ഇത് ശരിക്കും അതിനകത്ത് ഈ ഒരു ആത്മീയ ശക്തിയും ഭൗതിക ശക്തിയും തമ്മിലുള്ള സ്പർദ്ധയും ക്ലാഷുമാണ് ഈ ദേവാസുര യുദ്ധം. അതുകൊണ്ടാണ് ദേവാസുര യുദ്ധം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നമ്മുടെ മനുഷ്യരുടെ മനസ്സിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും ഒരു അനുകൂല ശക്തിയും പ്രതികൂല ശക്തിയും തമ്മിലൊരു ഇതുണ്ട്. അപ്പോൾ ആത്മീയ ശക്തിയും ഭൗതിക ശക്തിയും തമ്മിലുള്ള ക്ലാഷാണ്. ഈ അസുരന്മാർ എന്ന് പറയുന്നത് തന്നെ, അതിൽ തന്നെയും അസുരന്മാരാരാണ്, അസുര ലോകം എന്താണ് എന്ന് ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും നമുക്ക് അത് അന്തരാർത്ഥം എടുക്കേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ അതിൽ
അസുര്യ നാമതീയ ലോക അന്ധേന തമസാവൃത എന്നാണ് അസുര ലോകത്തെക്കുറിച്ച് പറയുന്നത് ഈശാവാസ്യത്തിൽ. അതായത് അസുര ലോകം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം ഇല്ലാത്തവരുടെ ഘോരമായ ഇരുളടഞ്ഞ അനുഭവങ്ങൾ കിട്ടുന്ന ലോകമാണ്. അതായത് ആത്മാവിൽ നിന്നും അകന്നു പോകുന്നവർ, അവർക്ക് ആത്മജ്ഞാനം നഷ്ടപ്പെടുമ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ രമിക്കും, ഇന്ദ്രിയ വിഷയങ്ങൾ രമിക്കുന്നവർ. അപ്പോൾ ആത്മാവിന് പിന്നെ അസുരന്മാരെ പറ്റി അസൂര്യ നാമത്താന്നാണ് പറയുന്നത്. അതായത് അസുരന്മാർ പറഞ്ഞാൽ സൂര്യനില്ലാത്ത ലോകം എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ പ്രകാശമില്ലാത്ത ലോകം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് അപ്പോൾ പിന്നെ ഇവർ അസുരന്മാർ ആരാണെന്നും പറയുന്നുണ്ട്. ആത്മഹനോജനാഹ എന്നാണ് പറയുന്നത്. ആത്മാവിനെ ഹനിക്കുന്ന ജനങ്ങളാണ് ഈ അസുരന്മാർ. അപ്പോൾ ആത്മീയ ശക്തിയിൽ നിന്ന് മാറി നിൽക്കുന്നവർ, ഇന്ദ്രിയ ശക്തികളിൽ രമിക്കുന്നവർ, ഭൗതിക ശക്തികളിൽ മുഴുകുന്നവരെന്നാണ്. അപ്പോൾ ആത്മീയ ശക്തിയിൽ നിന്ന് അകലുന്നവർ, അല്ല ആത്മാവിനെ ഹനിക്കുന്നവർ, ആത്മാവിനെ ഹനിക്കാൻ പറ്റില്ല. അപ്പോൾ അവഗണിക്കാൻ പറ്റും, അതിനെ തിരസ്കരിക്കാൻ പറ്റും. എന്നിട്ട് ഇന്ദ്രിയങ്ങളിൽ മാത്രം, ഇന്ദ്രിയ ലോകത്ത് മാത്രം വിശ്വസിക്കുകയും അതിൽ മാത്രം രമിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ആ കഥയും ഇവിടെ വരുന്നുണ്ട്. പിന്നെ അനേകം അന്തരാർത്ഥം ഈ കഥയിൽ ഉടനീളം നമുക്ക് ഇതുപോലെ വൈദിക ജ്ഞാനം അന്തരാർത്ഥമായിട്ട് വരുന്നത് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.